കുറേ ആളുകളുടെ മനസ്സിൽ ആ ദുരന്തത്തിൻ്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയെക്കുറിച്ച് മാത്രമല്ല, അവർ സഞ്ചരിച്ചു വന്ന വഴികൾ, അവരുടെ നാട്, അവരുടെ വീട്, അവരുടെ അയൽവാസികൾ എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദന അവർക്കുണ്ട്. ഇതെല്ലാം തിരിച്ചു പിടിക്കാനാവാത്ത നഷ്ടവുമാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഒരു ചേച്ചി ചേരുന്നുണ്ട്. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് അമ്പിളി. എവിടെ വീട്? ചൂരൽമല പ്രദേശത്ത്, സ്കൂൾ റോഡ്. വീട് ഇപ്പോൾ ഉണ്ടോ? വീടില്ല. വീടെന്ന് പറയാൻ വീടിരുന്ന സ്ഥലം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എങ്ങനെയാ രക്ഷപ്പെട്ടത്? പിന്നെ അവിടെ ഞങ്ങൾ രക്ഷപ്പെട്ടത്, ഞങ്ങൾ ഒരു കൂട്ടുകാരൻ ഫോൺ വിളിച്ചിട്ടാണ് ഞങ്ങൾ എണീക്കുന്നത്. 1:30 മണിക്കാണ് ഇത് പൊട്ടുന്നതെന്ന് പറയുന്നു. 1:30ക്ക് ഞങ്ങൾ എണീറ്റു. അത് കഴിഞ്ഞിട്ടാണ് പൊട്ടിയത്. അപ്പോൾ ഈ കൂട്ടുകാരെ വിളിച്ച പ്രകാരം ഞങ്ങൾ എഴുന്നേറ്റു. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പുഴയിൽ വെള്ളം കൂടുന്നുണ്ടല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ റെജിയെന്ന് ചോദിച്ചു. ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഇവിടെ സീനൊന്നുമില്ലല്ലോ, നീ ധൈര്യമായിട്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ആ സമയത്തൊക്കെ ഒരു 1:30 ഇടയിലാണ്, 1:20 30 ഇടയിലാണ് ഫോൺ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം എണീറ്റപ്പോൾ പറഞ്ഞു ജോജോയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവന് എന്തോ പുഴയിൽ വെള്ളം ചോദിച്ചാന്ന്. ഞങ്ങൾ ബാത്റൂമിലൊക്കെ പോയി റൂമിൽ കയറിയപ്പോൾ ചേട്ടായി വെറുതെ ഒന്ന് പുറകത്തെ വീട്ടിൽ, നമ്മുടെ പുറകിൽ ഈ പുഴ സൈഡാണ് ഞങ്ങൾ താമസിക്കുന്നത്. പുഴ സൈഡിലൊരു വീടുണ്ട്, ഉനീസ് എന്ന് പറയും. ആ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് ഈ രാത്രി ഫോൺ വിളിക്കലും ഈ ഒരു മഴ കൂടുതലും ഭയങ്കര പ്രശ്നമായിരുന്നു ഒരാഴ്ച. പക്ഷേ ഈ പഞ്ചായത്തിൽ നിന്നോ ഒരു സ്ഥലത്തുനിന്നോ ഒരറിയിപ്പോ മാറി താമസിക്കാൻ ആരും പറഞ്ഞോ, എവിടെയെങ്കിലും നിങ്ങൾ സേഫായിട്ട് നിൽക്കണം, ഇങ്ങനെ ഒരു സംശയം ഒന്നുമില്ല. ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ, ഒരു അർജുൻ പോയിട്ട് ഇത്രയും ദിവസമായിട്ട് അയാളുടെ ഒരു പൊടി കിട്ടാത്തതാണ്. അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ ഈ കാലാവസ്ഥ ഗവേഷകരുണ്ട്, അവരിവരുണ്ട്. എൻ്റെ ഉള്ള അറിവിൽ എത്ര ആൾക്കാരുണ്ട് ഈ മഴേനെ പറ്റി അറിയുന്നത്, അതിൻ്റെ ആഘാതം എത്രത്തോളം വനമേഖലയിൽ സംഭവിക്കാം. പക്ഷേ ഇതൊന്നും ഞങ്ങൾക്കൊരു റിപ്പോർട്ടോ പഞ്ചായത്തിൽ നിന്ന് മാറി താമസിക്കണമെന്നോ ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഒരാളും ഞങ്ങൾ പറഞ്ഞു. ഉരുൾപൊട്ടലുണ്ടായ ശേഷം അധികൃതരാരും വിളിച്ചില്ല? ഇത് ഉരുൾപൊട്ടലുണ്ടായില്ല. 1:30 മണിക്കോ? ഇല്ല, ഇതൊക്കെ പെട്ടെന്ന് വരുന്നതല്ലോ, അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് 1:30 മണി. അപ്പോൾ ആ കൂട്ടുകാരനും പറഞ്ഞു, വിളിച്ച കൂട്ടുകാരനും പറഞ്ഞായിരുന്നു കുഴപ്പമൊന്നുമില്ല. ചേച്ചി എപ്പോഴാണ് മാറി? വീട്ടുകാരൊക്കെ എപ്പോഴാണ് മാറിയത്? ഞങ്ങൾ മാറിയത് പെട്ടെന്ന് ഉരുൾ പൊട്ടി. അപ്പത്തേനും 1:30 മണിയായപ്പോൾ എല്ലാം ഭയങ്കര തൂത്ത് തുടച്ച് മേലേന്ന് ഒരു 20 വീടോളമൊക്കെ, എൻ്റെ അറിവിൽ 20 വീടോളം നമ്മളെ വീട് വരാൻ വന്നു. ഞങ്ങളെ വീട് മാത്രമുള്ള അവിടെ, ഞങ്ങളെ വീട് മാത്രം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ബേക്കോട്ട് 3-4 വീട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുലുങ്ങി അടിയാണ് വരുന്നത്. മേലെ കൂടി പൊട്ടിപ്പൊളിഞ്ഞല്ല വന്നത്. നമുക്ക് വന്ന അവസ്ഥ എന്നെങ്ങനെയാന്ന് വെച്ചാൽ, വീടിൻ്റെ അടിയിട്ട് കുലുക്കിക്കൊണ്ട് അടിയിൽ കൂടി എല്ലാം പോവുക. വീട് മൊത്തത്തിൽ അങ്ങോട്ട് പോയില്ല. അടി മൊത്തം ഇങ്ങനെ കുലുക്കി അടിയായിരുന്നു. ചേട്ടായി പറഞ്ഞത് അടിയിൽ കൂടി ഉറവ വെള്ളം ഇങ്ങനെ പോണ പോലെയായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി, എനിക്ക് 5.5 വയസ്സുള്ള മോളെ കട്ടിലേന്ന് തന്നെ മണ്ണിൽ കുളിച്ച മോളെ എടുക്കുന്നത്. ഫുള്ള് മണ്ണായിരുന്നു. പപ്പേന്ന് പറഞ്ഞ് കരഞ്ഞ് ചേട്ടായി വേഗം കൊടുത്ത് അതിനെ കൊട്ടിക്കുടഞ്ഞ് ഞാൻ റൂമിൽ വെള്ളം എന്ന് പറഞ്ഞാൽ റൂം നമുക്ക് കാലിൻ്റെ മുട്ടിൻ്റെ അത്ര വെള്ളമായിരുന്നു റൂം മുഴുവനും. അതിലേക്കൊരു തപ്പി പിടിച്ച് എനിക്കൊരു കുപ്പി കിട്ടി. ഞങ്ങൾ വാട്ടർ കൊണ്ട് വെക്കുന്നത് ആ കുപ്പിയിൽ നിന്നാണ് കൊച്ചിനെ മുഖം കഴുകുന്നത്. അങ്ങനെ ഞങ്ങൾ വാതിൽ തുറന്ന് പുറത്തുനിന്ന് പപ്പയും അമ്മയെ സിറ്റൗട്ടിൽ വന്ന് സഹായിച്ച് ഞങ്ങൾ തുറന്ന് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ വല്യമ്മ, ഞങ്ങൾ 6 പേരുണ്ടല്ലോ, 5 പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ വല്യമ്മ റൂമിൽ ഒറ്റയ്ക്ക് പെട്ടുപോയി. ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. 90 സംതിങ് വയസ്സുണ്ട് വല്യമ്മയ്ക്ക്. വയ്യാത്ത അവസ്ഥയിലാണ് 2-3 മാസമായിട്ട്. നടക്കാൻ പോലും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്നിട്ട് ആ റൂമിലേക്ക് പോയിട്ട് പ്ലൈവുഡിൻ്റെ വാതിലായതുകൊണ്ട് ഒരു തുള പോലെ ചവിട്ടി പൊളിച്ച് കീറി അതിൻ്റെ ഉള്ളിൽ കൂടി വലിച്ച് മരത്തിൻ്റെ ഇടയിൽ അമ്മമ്മ പട്ടിലേന്ന് താഴെ വീണ് മൂലയ്ക്ക് ഇങ്ങനെ വിറച്ച് കിടക്കായിരുന്നു. ഒരു പോറലൊന്നും ദൈവം വരുത്തിയില്ല, ആ കിടപ്പുള്ളൂ. അതിൽ നിന്ന് വലിച്ചെടുത്ത് ഫുള്ള് മരം വന്ന് അടിഞ്ഞായിരുന്നു റൂം. ഞങ്ങളുടെ റൂമിറ്റ് ഒന്ന് മേലെ കൂടി, സത്യം പറയാൻ അടി മാത്രമേ പോയിട്ടുള്ളൂ. ഞങ്ങളുടെ റൂമിൻ്റെ അലമാരി കാണാം, തുണി കാണാം, സെൽഫ് കാണാം, എല്ലാം കാണാം. ഒരു ജോഡി ഡ്രസ്സ് വരെ കൊച്ചിന് ഇടിക്കാനുള്ള ഞാനവിടെ ചെയ്തിട്ടാണ്. അതൊന്നും വല്യമ്മൻ്റെ റൂമിൽ പറ്റിയിട്ടില്ലായിരുന്നു. ഫുള്ള് മരം വന്ന് അത് ഫുള്ള് ഭിത്തി പോയി. ഞങ്ങളുടെ വീടിൻ്റെ റൂമിൻ്റെ ഭിത്തി പോയില്ലായിരുന്നു. അപ്പുറത്തെ നടുക്കത്തെ റൂം ഹാൾ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പുറത്ത് നടുക്ക് ഒരു വേറെ റൂമുള്ള, അതിന് കുഴപ്പമില്ല. അടുക്കള ഫുള്ള് ഗ്യാസ് പൊട്ടിത്തെറിച്ച് തീയൊക്കെ ഒറ്റ നടത്തി കണ്ടു. ഇനി തോന്നിയതാണോ എന്നറിയില്ല, പൊട്ടിത്തെറിച്ചു. അങ്ങനെ ഞങ്ങൾ അരമണിക്കൂർ ആ വീട്ടിൽ അങ്ങനെ കുലുങ്ങി നിന്നു. എന്നിട്ട് രക്ഷപ്പെട്ടു പോയത് ഞങ്ങൾ നേരെ റോഡാണല്ലോ, റോഡ് സൈഡിലായതുകൊണ്ട് റോഡ് കിണറൊക്കെ ഉള്ളതാണ്. അങ്ങോട്ട് ഇറങ്ങാൻ പേടിയത് ചതപ്പാണോ എന്താണെന്ന് അറിയുന്നില്ലല്ലോ, ഇറങ്ങാനൊരു പേടി. അപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ 2 വീട്ടുകാരുണ്ട്, ചേട്ടനെയും താമസിക്കുന്നത്. അവർ ഞങ്ങളെ കാണുന്നുണ്ട്. അപ്പം കറണ്ട് പോയി
അതിൽ മറ്റേ കറണ്ട് പോകുമ്പോൾ കത്തുന്ന ബൾബിൽ ഞങ്ങൾക്ക് വെട്ടം കിട്ടുന്നുണ്ട്. വീട്ടിൽ വെട്ടമുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്, എല്ലാം കാണാം, നല്ല വെട്ടം മറ്റേ ബൾബ് ആയതുകൊണ്ട്. അപ്പോൾ ഈ 2 വീട്ടുകാരെ വിളിച്ചപ്പോൾ ഇവർക്ക് വരാൻ പേടി. ഇവർ പോകുമോ, ഞങ്ങൾ അവരെ രക്ഷിക്കാൻ പോകുമ്പോൾ ഇവർക്ക് അവരും കൂടി പോകുമോ എന്നുള്ള പേടിയിൽ അവർ വന്നില്ല. അവർ ഞങ്ങളവിടെ നിൽക്കുക തന്നെ ഇവർ ഓടി രക്ഷപ്പെട്ടു. ഇവർക്ക് സമയം ഉണ്ടായിരുന്നു ഓടാനും പോകാനും. ഈ 2 വീട്ടുകാർ പോയി. അതിനുശേഷം തൊട്ട് താഴെ നാണിയമ്മ എന്ന് പറയും, നാണിയമ്മേൻ്റെ 2 മക്കൾ വന്നിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ധൈര്യത്തിൽ അവർ വന്ന് രക്ഷിച്ചു. ഒരാൾ പോയാൽ ഒരാൾ രക്ഷകരുണ്ടാവൂലേ, അങ്ങനെ ഈ 2 ചേട്ടനനിയന്മാർ അവരിവിടെ ഉണ്ട്. അവർ 2 പേരും കൂടി ഞങ്ങൾ ഓരോരുത്തരും വല്യമ്മേനെ ചേട്ടായി ഏറ്റി, കൊച്ചിനെ ഞാനെടുത്തു. ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾ നിപ്പി കുളിച്ച് ഞങ്ങളുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ കൊച്ചാണെങ്കിൽ ചേട്ടായിൻ്റെ കയ്യിൽ വല്യമ്മ, ബാക്കിയുള്ളവർ നടന്നു പോവുക. ഒന്നുമില്ല, ഞങ്ങൾക്കൊന്നുമില്ല, കയ്യിലൊന്നുമില്ല. ഞങ്ങൾ വെറും കൈയോടെ, വെറും കൈ എന്നല്ല, ഞങ്ങൾ ഉള്ള ജീവനും കൊണ്ട് ഞങ്ങൾ നടന്ന് ഞങ്ങൾ അക്കരെ കയറി. ആ ഇവരെ വീട് 2 വീടുണ്ടെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ കയറി. പിന്നെ അതിൻ്റെ കുറച്ചപ്പുറത്ത് 3 വീട് കവർ ചെയ്ത് പോയിട്ടാണ് ഞങ്ങൾ പപ്പേട്ടൻ്റെ കുന്ന് എന്ന് പറയും, ഹൈറ്റാ. അല്ലെങ്കിൽ എൻ്റെ ചേട്ടായി ഇടക്കിടക്ക് പറയും ഇങ്ങനെ എന്തെങ്കിലും പൊട്ടി പൊളഞ്ഞ് വരും, എന്തെങ്കിലും വരികയാണെങ്കിൽ പറയാണ്, മഴയാണ്, ഒന്നും പറയാൻ പറ്റൂല. അവിടെ കുന്നൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പൊട്ടുന്നുണ്ട്, മണ്ണ് ഒലിച്ചിലാണെന്നൊക്കെ പറയുന്നത്. മുണ്ടായി കൈയൊക്കെ 2-3 ദിവസം മുന്നേ മണ്ണിടിഞ്ഞു എന്ന് പറഞ്ഞത്, ചെറിയ തോതിൽ മണ്ണിടിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പം എന്തെങ്കിലും പൊട്ടി വരികയാണെങ്കിൽ നേരെ നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്നും നോക്കണ്ട, അവരവർ ജീവനും കൂടെ പപ്പേട്ടൻ്റെ കുന്ന് കയറിക്കൊള്ളാൻ രക്ഷപ്പെടും അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ കുന്നാണ് എല്ലാവരും കയറി രക്ഷപ്പെടുന്നത്. അങ്ങനെ നിരപ്പിൽ ഞങ്ങൾ എത്തിയപ്പോൾ 2:30 മണിയൊക്കെ ആയി. ആ വീട്ടിൽ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് 10, 20, 40 ഒറ്റ, ശരിക്കും എണ്ണമൊന്നും ഇല്ല, ഒരു 5-6 വീട്ടുകാരാ, 6-7 അംഗങ്ങളുള്ളവരാ. അങ്ങനെ മേലെ എത്തി ഞങ്ങൾ ടോപ്പിൽ വന്ന് അപ്പോൾ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് മാറണം. ആ വീട്ടിൽ നിന്ന് മാറിയാലാണ് രക്ഷയുള്ളൂ. അവിടെയൊക്കെ സേഫ് ഒന്നല്ല. ഇനിയും പൊട്ടുന്നതിൻ്റെ ഞങ്ങൾ മലയിൽ പണിയെടുക്കുന്നത്, ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏലമല. അപ്പം ഈ ഉരുൾപൊട്ടലിനെ പറ്റിയൊക്കെ എൻ്റെ പപ്പയ്ക്കൊക്കെ അറിയാം. അപ്പം ഇനിയും പൊട്ടാൻ സാധ്യതയുണ്ട്, ഇവിടെ നിന്ന് ഇനിയും പറ്റും, നമുക്ക് പൊട്ടും, ജീവൻ കിട്ടിയതും കൊണ്ട് നമുക്ക് ഇനി ഹൈറ്റിലെ പോകേണ്ട, കുന്ന് കയറണം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. ഈ 4:30 മണി വരെ ആയി. അപ്പം ശവം പോലെയാണ് കൂട്ടുകാരീനെ കൊണ്ട കിടത്തുന്നത്, രമ്യാനെ. അവൾ നടുക്ക് കിടക്കുന്നു ശവം പോലെ, പല്ലൊക്കെ ഇതായി, മുഖമൊക്കെ അപ്പം തന്നെ നീര് വെച്ച് ഭീകരാവസ്ഥയായിരുന്നു അവൾ. ഞങ്ങൾക്കിത് രമ്യയാണോ രേഷ്മയാണോ എന്ന് 2 പേരിൽ ഇത് ആരാന്നുള്ളത് മനസ്സിലാകാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് 2-3 പൊട്ടി 4:30 മണിക്ക് വരുന്നത്. ആ പൊട്ടിലാണ് ഞങ്ങൾ ഫുള്ള് എല്ലാവരും കയറ്റം കയറി ഓടി മേലെ ടോപ്പിലെത്തി. ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും മാനന്തവാടിയില്ലേ, അല്ല കൽപ്പറ്റയെന്ന് ഒരു സാറ് വന്ന്, ഫ്രാൻസിസ് എന്ന് എന്തോ മറ്റോ വന്ന് സാറിൻ്റെ പേര്, പാർട്ടിയിലെ DYFIയിലെ ഏതോ ഒരു സാറാണ്. പുള്ളിക്കാരൻ ആ സ്പോട്ടിൽ ഞങ്ങളെ ജീവരക്ഷിക്കാനായിട്ട് വന്നു. ഞങ്ങളെ രക്ഷിക്കാൻ അവർ സുബ്രഹ്മണ്യേട്ടൻ്റെ കുന്ന് കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ സ്പോട്ടിൽ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനം എത്തി എന്ന് പറയാം. കേരളം അങ്ങനെയാണല്ലോ, കേരളം പോലെ ഒരു രക്ഷാപ്രവർത്തനം എവിടെയില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ബോഡിയാണെങ്കിൽ പോലും ഇപ്പോൾ നടക്കുന്നതിൽ ഞങ്ങളുടെ എൻ്റെ അറിവിൽ പെട്ടെന്ന് ഇപ്പോൾ സ്പീഡായിട്ട് കാര്യങ്ങൾ എണ്ണങ്ങളനുസരിച്ച് ചെയ്യുന്നുണ്ട്, എണ്ണം കിട്ടുന്നു. എല്ലാ അയൽവാസികളും ഞങ്ങളുടെ തൊട്ട് മേലത്തെ 6 പേര് 6 പേരോളം പോയി. അവർ 4 പേര്, അവർ ഉപ്പയും ഉമ്മയും. തൊട്ടടുത്ത അയൽവാസി പോയി. കുറേ കാലമായി അവിടെ താമസം. ഞാൻ വന്നിട്ട് എന്നെ അമ്പലവലിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 13 കൊല്ലമായി. ഇവർ 10-25 കൊല്ലം അങ്ങനെ എന്തോ ആണ് വീട് വെച്ചിട്ട കണക്കും കാര്യങ്ങളും. മലയിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്, ഏലമലയിൽ. പിന്നെയാണ് കുറച്ച് താഴേക്ക് ടൗണിലോട്ട് ഇറങ്ങുന്നത്. അവിടെ ഇറങ്ങിയിട്ട് 15 കൊല്ലമാണ് അവിടെ വീട് വെച്ചിട്ടായെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വീട് വീണ്ടും വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വീട് വെക്കാനുള്ള സഹായമൊക്കെ വേണം. ശരി, ഇനി ഞങ്ങൾക്ക് അവിടെ അങ്ങോട്ട് ഇനി കടത്തി വിടുവോ, ദുരന്തമേ പുത്തുമല കുറച്ച് അതിജീവിക്കുന്നുണ്ട് എന്നല്ലാതെ അതൊന്നും ഒരു ഉറപ്പും ഇല്ലല്ലോ. ഇല്ലാത്തവർ ഇപ്പോഴും സഹായം കിട്ടാത്തവരായിരിക്കും അവിടെ പാടുകളിൽ നിൽക്കുന്നതെന്ന് ഞങ്ങൾ അറിവിലുള്ളത്. ഇനി ഞങ്ങൾക്ക് അവിടെ ഒരു ജീവിതം ഉണ്ടാവില്ല. ഇനി അവിടെ ഇല്ല എന്ന് വെച്ചാൽ 3 വാർഡാണ് പോയത്. 3 വാർഡ് പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ നടുക്കമാണ്. ഈ 3 വാർഡ് പോയി എന്ന് പറഞ്ഞാൽ ചൂരൽമല പിന്നെ ഇല്ല. ഇനി ഞങ്ങൾക്ക് ആ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് ഒരു പ്രവേശനം തന്നെ, ഞങ്ങൾക്ക് ഇനി ഒന്ന് പോയി ഞങ്ങളുടെ വീട് ഇരുന്ന സ്ഥലം ഫ്രണ്ടിൽ വീട് പകുതി ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ വീട് വെച്ച് ഒരു അടയാളം വെച്ച് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും ഇനി അനുവാദം കിട്ടുമോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ആൻറ്റീനെ അങ്കിളിനെ കിട്ടിയാൽ തന്നെ ഒന്ന് പോയി ഒന്ന് നോക്കാനോ, അവരോടൊപ്പം ഒന്ന് അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ, അവസാനമായി ചെയ്യണം ഒന്ന് അടക്കാനോ, ഒന്നിനും ഞങ്ങൾക്ക് സ്ഥലത്തേക്ക് ശരിക്കും നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചൊരു ഭാഗത്തേക്ക് പുനരധിവസിപ്പിക്കണം. ശരി, ഞങ്ങൾക്ക് ഇനി എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് പറ്റാനുള്ളത് പറ്റി, മരിക്കാനുള്ളവരും മരിച്ചു, ആയുസ് ഇല്ലാത്തവരും ആയുസ്സുള്ളവരും ഉണ്ടാവുമല്ലോ. ഇനി ജീവിച്ചിരിക്കുന്നവർക്ക്, എനിക്കും മാത്രമല്ല എൻ്റെ കുടുംബത്തിനുമല്ല, ആ പ്രദേശത്ത് സംഭവിച്ചവർക്ക്
ഈ ദുരന്തം അനുഭവിച്ചവർക്ക് എത്രയും പെട്ടെന്ന് ഒരു പുനരധിവാസം വേണം, ഒരു വീട് വേണം. അതിനുള്ള സഹായം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടണമെന്നാണ്, വൈകിപ്പിക്കരുത്. അതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പാസ്സാക്കും, വലിയ വലിയ ആൾക്കാർ കൊടുക്കും, അപ്പം നടന്മാരാണെങ്കിലും കൊടുക്കും, ആരാണെങ്കിലും കൊടുക്കും. പക്ഷേ അത് അർഹതപ്പെട്ടവരെ കയ്യിൽ നേരിട്ടെത്താനുള്ള ഒരു സംവിധാനം കൂടി വേണം. അധികാരികളിൽ കൂടി വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കുറച്ച് വൈകാം, പ്രശ്നങ്ങൾ വരാം. ഇനി ഞങ്ങൾക്ക് ജീവിതം എന്താണെന്ന് വെച്ചാൽ അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണോ നാട്ടുകാരുടെ കയ്യിലാണോ എന്ന് അറിയില്ല. ഈ ദുരന്തമൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവി ഗവൺമെൻറ് തരുന്നതാണ്, ഇത്ര വീട് ഇത്ര സ്ഥലത്ത് വെച്ച് കൊടുക്കുന്നു. അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എത്രയും വേഗം കിട്ടുകയും വേണം, നല്ല സേഫായ സ്ഥലമാകണം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഞങ്ങൾ പണിക്കാരാണ്, ആ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു വീട് വെച്ച് തന്ന് അതിലോട്ട് കുറച്ച് സാധനങ്ങൾ കിട്ടിയാലും ഞങ്ങൾക്കിനി ജീവിക്കണമെങ്കിലോ എപ്പോഴും ഞങ്ങൾ താങ്ങാൻ ആളുണ്ടാവില്ലല്ലോ. ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഒരു ജോലി, ഇത്രയും വലിയ ദുരന്തമാകുമ്പോൾ അതും കൂടി ചെയ്തു കൊടുക്കണം. ഒരു ഗവൺമെൻറ് ജോലിയാണെങ്കിൽ ഒഴിവുകളൊക്കെ എല്ലായിടത്തും ഉണ്ടാകുമല്ലോ, ഞാൻ പറയുന്നതിൽ തെറ്റില്ലല്ലോ. ഒരാൾക്കൊരു ജോലി കൊടുക്കണം, ഒരു വീട് കൊടുക്കണം, ഞങ്ങൾ ജീവിച്ചോളാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത് വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. ഈ ദുരന്തത്തിന്റെ എല്ലാ ദുരിതങ്ങളും പേറി നിൽക്കുന്ന ഒരു അമ്മ മനസ്സിൽ നിന്നും ഈ നാട്ടുകാർക്ക്, ഈ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ആ നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടിയുള്ള ഒരു ആവശ്യമാണ്. സർക്കാർ കേൾക്കേണ്ടതാണ്, അധികൃതർ മനസ്സിലാക്കേണ്ടതാണ്.